പ്രീമിയർ ലീഗിൽ വമ്പൻ വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയത്. ലീഡ്സ് യുണൈറ്റഡിനെ സ്വന്തം മൈതാനത്ത് എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ആഴ്സണൽ തകർത്തത്. തുടക്കം മുതൽ ആഴ്സണലിന്റെ ആധിപത്യം കണ്ട മത്സരത്തിൽ ജൂലിയൻ ടിംബർ, വിക്ടർ ഗോയ്ക്രസ് എന്നിവർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ബുക്കായോ സാക്ക ഒരു ഗോളും നേടി. ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചതിനു പിന്നാലെ തുടർച്ചയായ 2ാം വിജയത്തോടെ ആഴ്സണൽ 6 പോയിന്റുകളുമായി ലീഗിൽ ഒന്നാമതെത്തി. അതേസമയം ഇന്നലെ നടന്ന സൂപ്പർ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ടോട്ടനം പരാജയപ്പെടുത്തി. ബ്രണ്ടൻ ജോൺസണും യാവോ പലീഞ്ഞയും ആദ്യ പകുതിയിൽ നേടിയ ഗോളുകളിലാണ് ടോട്ടനാമിന്റെ വിജയം. പുതിയ ടോട്ടനം മാനേജർ തോമസ് ഫ്രാങ്കിന്റെ നേതൃത്വത്തിൽ സ്പർ സീസണിലെ തുടർച്ചയായ 2ാം വിജയം നേടിയപ്പോൾ ആദ്യ മത്സരത്തിൽ ജയിച്ച സിറ്റിക്ക് കനത്ത ആഘാതമായി ഈ തോൽവി. മറ്റു മത്സരങ്ങളിലേക്ക് വന്നാൽ അസ്റ്റൺ വില്ലയെ ബ്രെൻഫോർഡ് എതിരില്ലാത്ത ഒറ്റ ഗോളിന് വീഴ്ത്തി. ഡാങ്കോ ഒച്ചാരയാണ് വിജയ ഗോൾ നേടിയത്. ബോൺമൗത്ത് വോൾവ്സിനെ പരാജയപ്പെടുത്തിയതും എതിരില്ലാത്ത ഒറ്റ ഗോളിന്. മാർക്കസ് ടാവർണിയറാണ് മത്സരത്തിന്റെ വിധി നിർണയിച്ച ഗോൾ നേടിയത്. ഈ സീസണിൽ പ്രൊമോഷൻ നേടിയെത്തിയ ടീമുകളായ ബേൺലിയും സണ്ടർലാൻഡും തമ്മിൽ നടന്ന മത്സരത്തിൽ ബേൺലി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചു. ജോഷ് കലാൻ, ജേഡൻ ആന്റണി എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടുമ്പോൾ എവർട്ടൺ ബ്രൈറ്റണുമായി ഏറ്റുമുട്ടും. ആദ്യ ജയം തേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് ന്യൂകാസിലാണ് എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.